ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഖോയ അല്ലെങ്കിൽ മാവ എന്ന് പറയുന്ന ഒരു ഡയറി പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. പാൻ ഹീറ്റ് ആവുമ്പോൾ അതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യണത് ഫ്രഷ് മിൽക്കാണ്, ഫുൾ ക്രീം മിൽക്കാണ്. ഇതിന് ഏറ്റവും നല്ലത് ഫുൾ ക്രീം മിൽക്ക് യൂസ് ചെയ്യണതാണ്. ഇതൊരു 800 ml ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോണത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് ജസ്റ്റ് നമ്മൾ മിൽക്ക് ഇങ്ങനെ ഇളക്കി ഇത് നല്ല തിക്കൻ ചെയ്തെടുക്കണം, നല്ല കോൺസെൻട്രേറ്റഡ് ഫോമിൽ എടുക്കണം. അതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളൂ. പക്ഷേ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല, പക്ഷേ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. കാരണം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ആദ്യം അങ്ങനെ ഒരുപാട് ഇളക്കേണ്ട കാര്യമില്ല. ആദ്യം ഒരു 2-3 minutes ഒക്കെ ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി. പക്ഷെ പിന്നീട് ചെല്ലുമ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കേണ്ടി വരും. ആക്ച്വലി ഖോയ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ റീസെൻ്റ്ലിയാണ് അറിഞ്ഞത്. അതായത് ഞാൻ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ടൊന്ന് റിസർച്ച് ചെയ്ത് നോക്കുമായിരുന്നു, റെസിപ്പീസൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലായിടത്തും ഈ ഖോയ അല്ലെങ്കിൽ മാവ എന്ന് പറയുന്നൊരു ഇൻഗ്രീഡിയൻറ്റ് എല്ലാവരും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് നോക്കിയപ്പം അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ സ്വീറ്റ്സിലും, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിലൊക്കെ എല്ലാത്തിലും ഖോയ ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് ഗുലാബ് ജാമുൻ, ബർഫി, ഹൽവ, പേട ഇതേപോലത്തെ എല്ലാ സാധനത്തിലും ഖോയ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരേ ഒരു പ്രൊസീജിയറുള്ളൂ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിൽക്ക് തിക്കൻ ചെയ്യണതാണ്. ഒരു ഓപ്പൺ പാനിൽ പാലൊഴിച്ചിട്ട് അത് തിക്കൻ ചെയ്യുക. ഇതിൻ്റെ കളർ എപ്പോഴും ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ യെല്ലോ കളറായിരിക്കും. ഈ ഖോയ ഒറിജിനേറ്റ് ചെയ്തത് ഇന്ത്യൻ സബ്കോണ്ടിനെൻറ്റിലാണ്. ഇത് ഇന്ത്യയിൽ, പാകിസ്ഥാനിൽ, അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ, നേപ്പാളിൽ അവിടെയൊക്കെയുള്ള ക്യുസീൻസിൻ്റെ, എസ്പെഷ്യലി സ്വീറ്റ് ക്യുസീൻസിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഖോയ. പിന്നെ ഖോയ ഓൾമോസ്റ്റ് ചീസ് പോലെ തന്നെയാണ്. പക്ഷേ ഖോയ ചീസ് വെച്ച് റീപ്ലേസ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. ഖോയ ഇടേണ്ട സ്ഥലത്ത് ഖോയ തന്നെ ചേർക്കേണ്ടി വരും. ഖോയയ്ക്ക് ലെസ് മോയ്സ്ചർ കണ്ടൻ്റാണ്, ചീസിൻ്റെ അത്രയും മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ല ഖോയയ്ക്ക്. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിപ്പോൾ ഇളക്കി ഇത്ര എത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ എത്തിയാൽ പിന്നെ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ഒട്ടും അടിയിൽ പിടിക്കാൻ പാടില്ല. ഇനിയും കുറേയും കൂടി നമ്മളിങ്ങനെ ഇളക്കാനുണ്ട്, കുറേയും കൂടി തിക്കനായിട്ട് വരണം ഇത്. ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് സ്റ്റീലിൻ്റെ ഒരു തവി യൂസ് ചെയ്യണതാണ്. ഇവിടെ എനിക്ക് സ്റ്റീലിൻ്റെ തവി ഇല്ലാത്തത് കാരണമാണ് ഞാൻ ഈ മരത്തിൻ്റെ തവി യൂസ് ചെയ്യണത്. സ്റ്റീലിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടത് സ്ക്രേപ്പ് ചെയ്യാൻ പറ്റും താഴത്തുനിന്ന്. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഖോയയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പുറത്തെടുത്ത് വയ്ക്കുമ്പോൾ, അതായത് റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഹാർഡൻ ആവും ഇതിരിക്കും തോറും. അപ്പോൾ നമ്മൾ 800 ml മിൽക്ക് യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും മാവയാണ് കിട്ടിയത്. ഇതൊരു 3/4 കപ്പ് ഉണ്ട്. പിന്നെ പ്രിപ്പറേഷൻ ടൈം എനിക്ക് ഒരു 40 minutes ആണ് എടുത്തത്.